ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു ക്രേസി ബീറ്റ്സ് ബുട്ടിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനർ ലോങ് കുർത്തീസാണ് കേട്ടോ. ഒരു 48 ഇഞ്ചസ് ഒക്കെ ലെങ്ത്ത് വരുന്ന 2 വെറൈറ്റി കുർത്തീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ചിക്കൻ കാരി നേരാ കട്ട് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കോട്ടൺ കുർത്തീസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ടൺ സ്ലിറ്റഡ് കുർത്തീസ് വിത്ത് ഹാൻഡ് വർക്ക് മിറർ വർക്ക് ഒക്കെ വന്നിട്ട്. പിന്നെ ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് കോളർ കുർത്തി കൂടെ കാണുന്നുണ്ട്. അത് കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ്. 599 പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത്. സോ ഒട്ട് ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ബുട്ടീക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡാണ്. MG റോഡ് നിയർ രാംദാസ് തിയേറ്റർ ആണ്. റൗണ്ടിൽ നിന്ന് MG റോഡിലേക്ക് ഇറങ്ങുമ്പം രാംദാസ് തിയേറ്റർ എത്തണ്ട. അതിന് മുന്നേ ഇസാഫ് ബാങ്ക് ഉണ്ട്. ഇസാഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പിലേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം വീഡിയോയിൽ കണ്ടിട്ട് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഷോപ്പിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരാം. അല്ലാതെ നമ്മുടെ ബുട്ടീക്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. വീഡിയോയിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ഷോപ്പിലാണ് കളക്ഷൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ ഷോപ്പിലേക്ക് വരാം. ബുട്ടീക്കിലെ കളക്ഷൻസിൻ്റെയൊക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണിൽ ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിടുക. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക്, ഷെയർ ഓർ കമൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വീഡിയോയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. സോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ലേറ്റ് ആകണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ്. ഇതൊരു ഡിസൈനർ നമുക്ക് പറയാം പോഞ്ചോ മോഡൽ എന്നൊക്കെ പറയാം. ആ ഒരു ടൈപ്പിൽ വരുന്നൊരു ലോങ് കുർത്തിയാണ്. 48 ഇഞ്ചസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നെക്ക് ലൈനിലും അതുപോലെ വേസ്റ്റിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഹാൻഡ് വർക്കാണ്. ഓക്കെ, ഇതുപോലെയാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നമ്മുടെ ഈ ഒരു ലോങ് കുർത്തി വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. 48 ഇഞ്ചസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. എനിക്കൊക്കെ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന കുർത്തീസാണ് കേട്ടോ. ഇതാ ക്ലോസർ വ്യൂ നോക്കിക്കേ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതിനകത്ത് വേറെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് നമ്മുടെ പോഞ്ചോ സ്ലീവ് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ഹെമ്മിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ടൈസ് ഉണ്ട്. നമുക്കത് കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയിലാണ് നെക്ക് ലൈൻ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ നെക്ക് ലൈനിലെ വർക്ക്. ബ്ലാക്ക് ബീഡ് വർക്കാണ് പോയിട്ടുള്ളത് നെക്ക് ലൈനിൽ. ബീഡ് വർക്കും അതുപോലെ സ്റ്റോൺസും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിൽ സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട്. നല്ല രസമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് പോകാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ദെൻ വേസ്റ്റിൽ ഓൾസോ നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുത്ത് വലിയ നീളത്തിലുള്ള കട്ട് ബീഡ്സ് വെച്ച് ഹാങ്ങിങ്സ് പോലെ ഇങ്ങനെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഫുൾ സർക്കിൾ വേസ്റ്റിലിങ്ങനെ ഈ ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് വരുന്നത്. കണ്ടോ, ലോങ് കുർത്തിയാണ്. അതിൻ്റെ ഏറ്റവും താഴെ വരുമ്പോൾ എക്സ്ട്രാ ഇങ്ങനെ റഫിൾസും പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല ക്യൂട്ടാണ്. വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ലുക്കാണ് വരുന്നത്. ഓക്കെ, ലോങ് കുർത്തിയാണ്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ് കേട്ടോ. സ്ലീവ് ഇതിൻ്റെ താഴെ ഷോർട്ട് സ്ലീവ്സ് ഒന്നും വേറെ വരുന്നില്ല. സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, സ്ലീവ്ലെസ് ആയിട്ടാണ്. താഴെ സ്ലീവ്ലെസ് ആണെന്ന് ഓർത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോളും. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല. നമുക്ക് അകത്ത് സ്ലീവ് ഉണ്ടോ ഇല്ലയെന്നൊന്നും പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ്. ഈ ഒരു യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇതും ജോർജറ്റ് കൈൻഡ് ഒരു ഫാബ്രിക് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മെയിനായിട്ടൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലൊക്കെയുള്ള പ്രിൻസാണ്, മൾട്ടി കളർ പ്രിൻസാണ് അതിനകത്തേക്ക് വരുന്നത്. ഓക്കെ, ദെൻ സീക്വൻസിൻ്റെ ഒരു വീവും പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നല്ലൊരു ബബ്ലി ലുക്കാണ് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് XL XXL സൈസസ് ആണ്. അപ്പോൾ മീഡിയം യൂസ് ചെയ്യുന്നവർ ലാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അതായത് മീഡിയം ലാർജ് യൂസ് ചെയ്യുന്നവർക്ക് ലാർജ് എടുക്കാം. മീഡിയം യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ ഷോൾഡർ ഇറങ്ങുമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേസ്റ്റിൻ്റെ അവിടെയും കാര്യമായിട്ടുള്ള അങ്ങനെ ടൈറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ലൂസ് ഉണ്ട്, അത് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ മീഡിയമാണ് യൂസ് ചെയ്യൽ. അപ്പോൾ എനിക്ക് ലാർജ് ഓക്കെ ആണ്. ലാർജ് യൂസ് ചെയ്യുന്നവരും ലാർജ് എടുത്താൽ തന്നെ മതിയാവും. ടൈറ്റൊന്നും ഉണ്ടാവില്ല. ദെൻ XL XXL അങ്ങനെ 3 സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1110.
1110 1110 നല്ലൊരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ്, നല്ലൊരു ഫംഗ്ഷൻ വെയർ ആണ്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക. 48 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ലോങ് കുർത്തിയാണ് കേട്ടോ. 1110 ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു മോഡലും കൂടെ നമ്മളിങ്ങനെ ലോങ് കുർത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് കാണാം കേട്ടോ. അടുത്ത കളക്ഷൻ ഓൾസോ ഒരു ലോങ് കുർത്തിയാണ്. ജോർജറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള കളക്ഷനാണ്. 48 ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്തും വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഷ്വൽ ആണെങ്കിൽ കാഷ്വലായിട്ട് വെയർ ചെയ്യാം, എന്നാൽ അത്യാവശ്യം നല്ല ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റാണ്. ഇതിൻ്റെ യോക്ക് പോർഷൻ സ്മോക്കി വർക്കാണ് കേട്ടോ വരുന്നത്. ഫുള്ളായിട്ടില്ല, എന്നാലും ചെറിയ രീതിക്ക് ഇങ്ങനെ സ്മോക്കി വർക്ക് ആയിട്ടാണ് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത്. ദെൻ വേസ്റ്റിലാണ് ഏറ്റവും ഭംഗി, നല്ലൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വിട്ടിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബീഡ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെയാണ് അതിൽ പോയിട്ടുള്ളത്. നല്ല വിട്ടിൽ തന്നെ ഒരു 1.5 ഇഞ്ചസ് വിട്ടിലാണ് ആ ഒരു ബെൽറ്റിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ദെൻ നല്ലൊരു ബ്ലാക്ക് കളർ ഫാബ്രിക്കിൽ ഒരു ബ്രൗൺ കളർ, ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. ഇതിൻ്റെയും താഴെ വേസ്റ്റ് പോർഷനിൽ വരുമ്പോൾ ഹീറ്റഡ് പ്ലീറ്റ്സ് പോലെയാണ് പോകുന്നത് കേട്ടോ. താഴത്തേക്ക് പ്ലീറ്റ്സ് എടുക്കുന്നത് അത് ഫുൾ സർക്കിൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ബാക്കിലും അതുപോലെ തന്നെ പ്ലീറ്റ്സ് പോകുന്നുണ്ട്. ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ്, നല്ല ഒതുങ്ങി കിടന്നോളും. ദെൻ ഇതിനകത്ത് നമുക്ക് വേസ്റ്റിൽ ബെൽറ്റ് ഉണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ബാക്കിലോട്ട് ജസ്റ്റ് കെട്ടി വെച്ചാൽ മതി. ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചസ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത്. ലോങ് കുർത്തിയാണ്. ഓക്കെ, വിത്ത് ലൈനിങ് ആണ് കേട്ടോ ബോഡി പോർഷൻ വരുന്നത്. സ്ലീവ് പിന്നെ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 3/4 സ്ലീവാണ്. ആൻഡ് സ്ലീവിൻ്റെ ഏറ്റവും അറ്റത്ത് വരുമ്പോൾ ബെൽ സ്ലീവ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ടാണ്, നല്ല വെറൈറ്റി ഔട്ട്ഫിറ്റാണ്. ബെൽ സ്ലീവ്സ് ആണ് വരുന്നത്. ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ബെൽ സ്ലീവ്സ് ആണ്. ഓക്കെ, ഇതും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എഗെയിൻ മീഡിയം സൈസുകാർ ലാർജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ വേസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബെൽറ്റ് ഉള്ളതുകൊണ്ട് ബാക്കിൽ ജസ്റ്റ് കെട്ടി വെച്ചാൽ മതി. ഞാൻ മീഡിയം സൈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ലാർജ് എനിക്ക് ഓക്കെ ആണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊന്ന് ഓൾട്ടർ ചെയ്ത് കറക്റ്റ് സൈസിനാക്കാം. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിടന്നാലും ഈ ഒരു ഔട്ട്ഫിറ്റിന് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 ആണ്. ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 999 ആണ് പ്രൈസ് വരുന്നുള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു 999 പ്രൈസിന് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും ഈ ഒരു ഔട്ട്ഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. വേറെ കളേഴ്സ് ഒന്നും ഇല്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ചിക്കു കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള 2 ലോങ് കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. നെക്സ്റ്റ് കാറ്റലോഗിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ചിക്കൻകാരി കുർത്തീസ് ആണ്. ഇത്തവണ റയോൺ ഫാബ്രിക്കിലാണ് നമ്മൾ ചിക്കൻകാരി കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ 2 തവണ നമ്മൾ കൊണ്ടുവന്നപ്പോഴും ജോർജറ്റ് ഫാബ്രിക്കിലായിരുന്നു. സ്ലിറ്റഡ് ആയിട്ടുള്ള ടൈപ്പായിരുന്നു അത് വരുന്നത്. ഇത് വന്നിട്ടുള്ളത് നാര കട്ട് മോഡലിലാണ്. അതായത് നമുക്കിവിടെ ഇങ്ങനെ പ്ലീറ്റ്സും വരുന്നുണ്ട്. പ്ലീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങി നിൽക്കുന്ന പ്ലീറ്റ്സ് ഒന്നുമല്ല, റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല ഒതുക്കത്തിൽ നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്. ആൻഡ് സൈഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് നാര കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്ലിറ്റിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ ബോർഡർ കൊടുത്ത് ലേസ് ബോർഡേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഹെമ്മിലും ലേസ് ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ്. ഇത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത്. അതായത് എക്സൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സൈസിലാണ് വന്നിട്ടുള്ളത്. മീഡിയം ലാർജ് എക്സലുകാർക്ക് യൂസബിൾ ആണ്. ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലം വരില്ല. ജസ്റ്റ് നമുക്ക് സ്ലീവും ബസ്റ്റും മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഷോൾഡർ ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത്. ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലം വരില്ല. ഡബിൾ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മീഡിയം ലാർജ് എക്സൽ യൂസബിൾ ആണ് കേട്ടോ. ഇത് വരുന്നത് ഫ്രീ സൈസാണ്. പ്രൈസ് വരുന്നത് 725. ഓക്കെ, അപ്പോൾ ഫ്രീ സൈസ് ഒറ്റ സൈസേ ഉള്ളൂ. എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ റയോൺ ഫാബ്രിക്കിലാണ്. റയോൺ അറിയാലോ, നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമുക്ക് ഹോൾ ഡേ വേണമെങ്കിൽ വെയർ ചെയ്യാം. റയോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ലൈനിങ് ഇല്ലാതെയാണ് ഇത് വന്നിട്ടുള്ളത്. വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് ചിക്കൻകാരി വർക്ക് പോകുന്നത്. യോക്ക് നോക്കിക്കേ, ഇതാ ഇതുപോലെയാണ് യോക്ക് വന്നിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് ആ നെക്ക് ലൈൻ്റെ അവിടെ നമ്മളിങ്ങനെ പോട്ട്ലീസ്, ആ ചിക്കൻകാരി ത്രെഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ പോട്ട്ലീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഓൾ ഓവർ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ദെൻ സ്ലിറ്റിൻ്റെ അവിടെ നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ ലേസ് ബോർഡേഴ്സ് ആണ്. വൈറ്റ് കളർ ലേസ് ബോർഡേഴ്സ് ആണ് സ്ലിറ്റിൽ വന്നിട്ടുള്ളത്. നമുക്കങ്ങനെ സ്ലിറ്റ് ഉണ്ടോയെന്ന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വർക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലീറ്റഡ് കുർത്തിയൊക്കെ വെയർ ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, നല്ല ഒതുങ്ങിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ. പ്ലീറ്റ് കൊണ്ടൊന്നും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. നാര കട്ട് പാറ്റേണിൽ വന്നിട്ടുള്ള റയോൺ ചിക്കൻകാരി കുർത്തീസാണ്. പ്രൈസ് വരുന്നത് 725. ഫ്രീ സൈസാണ്. എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. ML XL ഇത്രയും സൈസുകാർക്ക് യൂസബിൾ ആണ്. ഡബിൾ എക്സലുകാർക്ക് പറ്റില്ല. ഓക്കെ,
ഡാർക്ക് വൈൻ ഷെയ്ഡാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. റാണി പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ, സെയിം ചിക്കൻകാരി വർക്കെല്ലാം തന്നെ സെയിം ആണ്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇതുപോലെയാണ് വർക്കെല്ലാം നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കാണ്. വേസ്റ്റിലിങ്ങനെ പ്ലീറ്റ്സും പോകുന്നുണ്ട്, സൈഡിലോട്ട് ഇങ്ങനെ സ്ലിറ്റും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിത്തൗട്ട് ലൈനിങ് ആണ്. റയോൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ലേസ് ബോർഡേഴ്സ് വെച്ചിട്ടാണ് സ്ലിറ്റൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ലീവിൻ്റെ ഹെമ്മിലും ലേസ് ബോർഡേഴ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഫ്രീ സൈസാണ്, എക്സൽ ആണ് സൈസ് വരുന്നത്. മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഷോൾഡർ ഇറങ്ങുന്ന പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ. ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഓക്കെ, പ്ലീറ്റ്സ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് വരുന്നില്ല. അത് ജസ്റ്റ് ആ വേസ്റ്റിൻ്റെ കുറച്ച് പോർഷനിൽ, ആ സെൻറ്റർ പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നുള്ളൂ. സൈഡിലോട്ടൊന്നും പ്ലീറ്റ്സ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ബാക്കിലും ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ആ സെൻറ്റർ പോർഷനിൽ മാത്രമേ പ്ലീറ്റ് വരുന്നുള്ളൂ, സൈഡിലോട്ട് പ്ലീറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നിന്നോളും. ഓക്കെ, പ്രൈസ് വരുന്നത് 725. റയോൺ നാരാ കട്ട് ചിക്കൻകാരി കുർത്തീസാണ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ്. എഗെയിൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ചിക്കൻകാരി നോക്കുന്നവരുടെ ഒക്കെ ഫേവറേറ്റ് ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആൻഡ് റയോൺ ഫാബ്രിക്കും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും. ക്ലോസർ വ്യൂ നോക്കിക്കേ, വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദെൻ വേസ്റ്റിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് പോകുന്നത്. നല്ല ഒതുക്കത്തിൽ നിൽക്കുന്ന പ്ലീറ്റ്സ് ആണ്. ബാക്കിലോട്ടും പ്ലീറ്റ്സ് പോകുന്നുണ്ട്. അത് ഫുൾ സർക്കിൾ ഇല്ല, സൈഡിലോട്ട് പ്ലീറ്റ്സ് പോകുന്നില്ല, സെൻറ്ററിൽ മാത്രമാണ് ആ പ്ലീറ്റ്സ് വരുന്നത്. ദെൻ സൈഡിൽ സ്ലിറ്റ് ഓൾസോ ഉണ്ട്. ലേസ് ബോർഡേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. പ്രൈസ് വരുന്നത് 725. ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീഡിയം ലാർജ് എക്സൽ യൂസബിൾ ആണ് കേട്ടോ. അപ്പോൾ മീഡിയം ലാർജ് വരെയൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്ലീവും ബസ്റ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. XXLർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഒരു ഷെയ്ഡും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നല്ല വർക്കാണ്, ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത്. നാരാ കട്ട് പാറ്റേൺ ആണ്, റയോൺ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയാണ്. വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ ആൻഡ് കാഷ്വൽ ലുക്ക് കിട്ടും കേട്ടോ. അത് വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈറ്റ് കളർ ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ വെച്ച് പെയർ ചെയ്യാം. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. ഓക്കെ, ലേസ് ബോർഡേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഹെമ്മിലാണെങ്കിലും ലേസ് ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് വരുന്നത് 725. ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സൽ ആണ് സൈസ്. മീഡിയം ലാർജ് എക്സൽ യൂസബിൾ ആണ്. മീഡിയം ലാർജ് വെയർ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബസ്റ്റും സ്ലീവൊക്കെ ചിലപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. XLർക്ക് ഓക്കെ ആയിരിക്കും, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. പിന്നെ XXLർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഫ്രീ സൈസാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ലാർജ് എക്സൽ യൂസബിൾ ആണ്. പ്രൈസ് വരുന്നത് 725. നെക്സ്റ്റ് കാറ്റലോഗ് വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ സ്ലിറ്റഡ് കുർത്തീസാണ് വിത്ത് ഹാൻഡ് വർക്ക്. വിത്ത് ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ കട്ട് ബീഡ്സും ഒറിജിനൽ മിറേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. ഇതിൽ മൊത്തം 8 വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അതായത് 4 കളറിലായിട്ട് ഈ പ്രിൻറ്റും ഇതുപോലെ തന്നെ റിവേഴ്സ് പ്രിൻറ്റും വന്നിട്ടുണ്ട്. അങ്ങനെ 8 വെറൈറ്റീസ് ഉണ്ട്. എല്ലാ ഏജുകാർക്കും ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു പാറ്റേൺ ആണ്. കോട്ടൺ ഫാബ്രിക് ആണ്. നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കളർ വരുന്ന കോട്ടണിലൊക്കെ റെയർ ആയിട്ട് കിട്ടുന്നൊരു ഷെയ്ഡാണ് ടീൽ ഗ്രീനിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. വൈറ്റ് കളർ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് പോയിരിക്കുന്നത്. ബോഡി പോർഷനിൽ ഇതുപോലെ വരും. കാന്ത കോട്ടൺ ആണ് കേട്ടോ. കാന്ത സ്ട്രൈപ്സ് ഓൾ ഓവർ പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ യോക്ക് പോർഷനിൽ ഇതുപോലെയാണ് പ്രിൻറ്റ് പോയിട്ടുള്ളത്. അതിൽ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ബീഡ്സ്, ആൻറ്റി കട്ട് ബീഡ്സും അതുപോലെ ഒറിജിനൽ മിറേഴ്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ട് സെയിം കുർത്തിയുടെ ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് കുർത്തിയാണ്. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ട് സ്ലീവിൻ്റെ ഹെമ്മിലേക്ക് യോക്ക് വന്നിട്ടുള്ള പാച്ച് തന്നെ സ്ലീവിൻ്റെ ഹെമ്മിൽ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 799 ആണ് കുർത്തി പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് എക്സൽ XXL സൈസസ് അവൈലബിൾ ആണ്. നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് കോട്ടണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കളക്ഷനിൽ. അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കാം. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡർ ചെയ്യുക.
വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിലും ഇതെല്ലാം തന്നെ എല്ലാ ഷെയ്ഡ്സും തന്നെ വേറെ നിൽക്കുന്ന പിക്സ് റെഫർ ചെയ്യാനാണെങ്കിലും ഒക്കെ വെബ്സൈറ്റ് നല്ലതാണ്. പെട്ടെന്ന് ഐറ്റം കിട്ടാനും വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് നല്ലത്. തീരെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സപ്പിൽ 2 നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് എൻക്വയറി വിടാം. എൻക്വയറി വിടുമ്പോൾ സൈസ് ചേർത്ത് തന്നെ എൻക്വയറി വിടാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു നമ്പറിൽ റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യാം. ഏതെങ്കിലും ഒരു നമ്പറിൽ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് ഈ പ്രിൻറ്റിൽ തന്നെ റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ യോക്ക് പോർഷനിൽ വരുന്ന പാച്ച് ബോഡിയിലേക്കും ബോഡിയിൽ വരുന്ന ഈ ഒരു പ്രിൻറ്റ് നമ്മുടെ യോക്കിൽ കൊടുത്തിട്ടാണ് വരുന്നത്. അത് കാണാം. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് സെയിം തന്നെയാണ് കേട്ടോ, ടീൽ ഗ്രീൻ തന്നെയാണ്. പ്രിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കണ്ടോ, ക്ലോസർ വ്യൂ നോക്കിക്കേ. ബോഡിയിൽ നേരത്തെ യോക്കിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിൻറ്റ് ബോഡിയിലോട്ടും വന്നു, ബോഡി പോർഷനിൽ വന്ന ഈ പ്രിൻറ്റ് യോക്കിലോട്ടും വന്നിട്ടുണ്ട്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. വർക്ക് സെയിം തന്നെയാണ്. ഒറിജിനൽ മിറേഴ്സും ആൻറ്റി കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല. സ്ലീവ് ഹെമ്മിൽ നമ്മൾ ആ യോക്കിൽ കൊടുത്തിട്ടുള്ള പാച്ച് ഏതാണോ അത് തന്നെയാണ് സ്ലീവിൻ്റെ ഹെമ്മിലോട്ടും വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് കളക്ഷനാണ്. നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇനി 4 ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീനിൽ വന്നിട്ടുള്ള 2 പ്രിൻ്റാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നതിൻ്റെ കളർ ചേഞ്ച് ആണ്. വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നല്ല പ്രിൻ്റാണ് രണ്ടും വരുന്നത്. ബോഡി പോർഷനിൽ കൊടുത്തിരിക്കുന്ന പ്രിൻ്റ് ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ്. യോക്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റ് കളർ ബോട്ടം ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. നല്ല നല്ല കളേഴ്സാണ്. കോട്ടൺ കുർത്തീസിൽ നമുക്ക് കിട്ടാത്ത കളേഴ്സൊക്കെയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ. സ്ലീവ് 3/4 സ്ലീവ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല, ബോഡി ലൈനിങ്ങിലാണ്. ബാക്കിൽ ഫുള്ളായിട്ട് ഈ പ്രിൻറ്റ് വരും കേട്ടോ. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. നല്ല നീറ്റായിട്ടാണ് നെക്ക് ഏരിയ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ റിവേഴ്സ് ആയിട്ട് വരുന്ന പ്രിൻറ്റ് കാണാം. വയലറ്റിൽ വരുന്ന റിവേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഓക്കെ, യോക്ക് ഏരിയയിൽ ഈ ഒരു പ്രിൻറ്റും താഴത്തോട്ട് ഈ ഒരു പ്രിൻറ്റുമാണ് വരുന്നത്. ഓൾ ഓവർ ഈ പ്രിൻ്റ് ആണെങ്കിലും കാന്ത സ്ട്രൈപ്സ് ഓൾ ഓവർ പോയിട്ടുണ്ട് കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. വർക്ക് നോക്കിക്കേ, ഇതുപോലെയാണ് വരുന്നത്. നെക്കൊക്കെ നല്ല നീറ്റായിട്ടാണ് നെക്കൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ട് സ്ലീവ് എമ്മിൽ യോക്കിൽ പാച്ച് തന്നെ സ്ലീവ് എമ്മിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 799. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത്. ഓൾ ഓവർ കാന്ത സ്ട്രൈപ്സ് പോയിട്ടുണ്ട്. വർക്ക് നോക്കിക്കേ, ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയിലാണ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ബാക്കിൽ ഓൾ ഓവർ ഇങ്ങനെയാണ് പ്രിൻറ്റ് പോയിട്ടുള്ളത്. 799 ആണ് പ്രൈസ് വരുന്നത്. ഏത് ഷെയ്ഡ് എടുത്താലും അടിപൊളിയാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന പാറ്റേൺ ആണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ റിവേഴ്സ് പ്രിൻറ്റ് കാണാം കേട്ടോ. റിവേഴ്സ് ആയിട്ട് വരുമ്പം ഇങ്ങനെയാണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. എല്ലാം അടിപൊളിയാണ്. സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല. സ്ലീവ് എമ്മിൽ ഇതുപോലെ വരും. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. സ്ലിറ്റഡ് പാറ്റേൺ. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. നമുക്കിനി ഈ ഒരു കാറ്റലോഗിൽ ഒരു കളറും കൂടി ഉണ്ട്. ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ്. സെയിം വർക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. 46 ഇഞ്ചസാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ വേറെ ചെയ്ത് നിൽക്കുന്ന പിക്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ മാക്സിമം ഓർഡർ ചെയ്യാൻ നോക്കുക. അല്ലാത്തവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അതിൻ്റെ റിവേഴ്സ് ഷെയ്ഡാണ്, റിവേഴ്സ് പ്രിൻ്റാണ് വരുന്നത്. ഇൻഡിഗോയിൽ തന്നെ ആ പ്രിൻറ്റിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണേ. ബോക്സ് ഷേപ്പിലാണ് നമ്മുടെ യോക്ക് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്.
ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. വാഷബിൾ ആണ്, കളറൊന്നും ഇളകുന്ന പ്രോബ്ലം ഒന്നും വരില്ല. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 799 ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ 8 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാറ്റലോഗും കൂടെ കാണാനുണ്ട്, വേഗം കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് 599 ഫ്രോക്ക് കുർത്തീസ് ആണ്. കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ വരുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള കുർത്തി കളക്ഷൻ ആണ്. അപ്പോൾ ഇതിലെ കളേഴ്സ് കാണാം. അതിനു മുന്നേ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ തന്നെ വീട്ടിൽ കാച്ചി ഉണ്ടാക്കുന്ന നാടൻ കാച്ചി എണ്ണയാണ് കേട്ടോ. നാടൻ കാച്ചി എണ്ണ എന്ന് പറയുമ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പച്ചമരുന്നുകളൊക്കെ ഇട്ട് കാച്ചിയെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ വർക്കിംഗ് വുമൻ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവാം, സമയമില്ലാത്തവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ റെഡിമെയ്ഡായിട്ട് വിശ്വസിച്ച് ഇങ്ങനെ നാടൻ കാച്ചി എണ്ണയൊക്കെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഹെർബ്സ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ്. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഹെർബ്സ് എന്ന് പറയുന്നത് നാടൻ കറ്റാർ വാഴ, നാടൻ ചെമ്പരത്തി, മൈലാഞ്ചി, ആര്യവേപ്പ്, കറിവേപ്പ്, കഞ്ഞുണ്ണി, പനിക്കൂർക്ക, തുളസി, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹെർബ്സ് വരുന്നത്. അതുകൂടാതെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് പച്ചക്കർപ്പൂരം, നെല്ലിക്ക, ഉള്ളി, പിന്നെ കരിഞ്ജീരകം, ഇതൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ. വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. 6 മാസം തുടങ്ങി എബവ് ഉള്ള എല്ലാവർക്കും, ലേഡീസ്, ജെൻസ് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഫോൾ, ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഉള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് പേര് നല്ല റിസൾട്ട് നമ്മളടുത്ത് റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ പലതും ഉപയോഗിച്ചിട്ടും ഒരു റിസൾട്ട് ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്നൊരു ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഒരു 100 ml ബോട്ടിലെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ഉപയോഗിക്കേണ്ട വിധം പറയുന്നത് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടൊന്ന് വാം ചെയ്തിട്ട് സ്കാൽപ്പിലേക്ക് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും മൈൽഡ് ഷാമ്പു വെച്ചിട്ട് തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ തലയിൽ അങ്ങനെ വെക്കണം എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെ ഒരു വീക്ക്ലി 3 times ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു 1 month തന്നെ നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിളായിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഒത്തിരി പേര് വന്ന് പറയുന്നുണ്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉപയോഗിച്ചവരൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ട് വലിയ ബോട്ടിൽസൊക്കെയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 7 to 10 days ഒരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ വലിയ ബോട്ടിൽ തന്നെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ബോട്ടിൽ 200 ml ബോട്ടിലാണിത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കറക്റ്റായിട്ട് ഒരു മാസത്തിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു 200 ml ബോട്ടിൽ. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ആ ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. നല്ല ഡിവൈൻ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ആ ക്യാമ്പ്ഫയറിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ. ആർക്കും അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല. അപ്പോൾ ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കുക നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ. എന്നിട്ട് നിങ്ങളുടെ റിവ്യൂസ് നമ്മളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 4 റേഞ്ചസ് അവൈലബിൾ ആണ്. 100 ml, 200 ml, 300 ml, 500 ml. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാട്സപ്പിൽ ഓൾസോ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. ബൾക്കായിട്ട് ഇപ്പം പുറത്തോട്ടൊക്കെ പോകുന്നവർ, വർക്ക് ചെയ്യാൻ പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർക്കൊക്കെ നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 7 to 10 days ആണ് ഓയിൽ ഡെലിവറി ടൈം, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് ആണ്. ഷർട്ട് കോളറിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. 599 പ്രൈസിന് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും ഈ ഒരു ഐറ്റം ബുക്ക് ചെയ്യാവുന്നതാണ്. 4 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. ആ ഒരു ഗ്രീനിലേക്ക് നല്ലൊരു പെയിൽ യെല്ലോ ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഈ ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. 46 inches ആണ് നമ്മുടെ കുർത്തി ലെങ്ത്ത് വരുന്നത്. വേസ്റ്റിൽ ബെൽറ്റ് ഉണ്ട്. ഇപ്പം ബെൽറ്റ് താല്പര്യമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്തിട്ട് നോർമലി ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് അടിച്ചു കൊടുത്താൽ മതി. ആൻഡ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഷർട്ട് കോളർ പാറ്റേൺ വന്നിട്ട് ഫ്രണ്ടിൽ പ്ലാക്കറ്റ് പോയിട്ട് ഷോ ബട്ടൺസ് കൊടുത്തിരിക്കുകയാണ്. ഈ ബട്ടൺസ് ഒന്നും ഓപ്പണബിൾ അല്ല കേട്ടോ. താഴെ വരെ പോയിട്ട് ഏറ്റവും താഴെ ഫ്രണ്ട് സ്ലിറ്റാണ് വരുന്നത്. ഓക്കെ, വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. സീ ത്രൂ ആയിട്ടുള്ള ഫാബ്രിക് ഒന്നുമല്ല. ലൈനിങ് ഇല്ലാതെയും കംഫർട്ടബിൾ ആണ് കേട്ടോ. 599 രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് പർച്ചേസ് അറിയാത്തവർ മാത്രം വാട്സപ്പിൽ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കളേഴ്സ് വേഗം കാണാം. ഫസ്റ്റ് കളർ ഗ്രീൻ ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഇതിൽ വന്നിട്ടുള്ളത് ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വരുന്നത്.
പ്രിൻ്റ് ഒരു ചിക്കു ഷെയ്ഡിലാണ് ഇതിൽ പ്രിൻ്റ് പോയിരിക്കുന്നത് കേട്ടോ. ഡാർക്ക് വൈൻ ആണ് കളറ്. ഫാബ്രിക് വരുന്നത് ഒരു കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേസ്റ്റിൽ ബെൽറ്റ് ഉണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. എ ലൈൻ പാറ്റേൺ ആണ്. എ ലൈൻ പാറ്റേൺ ആയിട്ട് ഫ്രണ്ടിൽ പ്ലാക്കറ്റ് ആൻഡ് ഷോ ബട്ടൺസ് കൊടുത്ത് ഏറ്റവും താഴെ ഫ്രണ്ട് സ്ലീറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, 46 ഇഞ്ചാണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് സ്ലീവ് പഫ് സ്ലീവ് ആണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതുപോലെയാണ് വരുന്നത്. തീരെ ഷോർട്ടായിട്ടല്ല, ഏകദേശം ഒരു എൽബോയിൽ നിന്നൊക്കെ ഒരു 2 ഇഞ്ച് കയറിയിട്ടാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ക്യാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ്. 599 രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ. ഡാർക്ക് വൈൻ ഷെയ്ഡാണ് ഈ ഒരു കളർ വരുന്നത്. ഓക്കെ, എ ലൈൻ പാറ്റേൺ ആണ്. ബെൽറ്റ് താല്പര്യമില്ലാത്തവർക്ക് അത് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഷേപ്പ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലേക്കും ഒരു ചിക്കു ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് ഓൾ ഓവർ പോയിട്ടുള്ളത്. പ്രിൻ്റ് എല്ലാത്തിലും സെയിം ആണ്. ഷർട്ട് കോളർ പാറ്റേൺ ആണ്. വിത്ത് പഫ് സ്ലീവ്സ് ആണ് ചെയ്തിട്ടുള്ളത്. എ ലൈൻ പാറ്റേൺ. ഫ്രണ്ടിൽ പ്ലാക്കറ്റ് പോയിട്ട് ഷോ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓപ്പണബിൾ അല്ല, ജസ്റ്റ് ഷോ ബട്ടൺസ് ആണ്. ഏറ്റവും താഴെ ഫ്രണ്ട് സ്ലിറ്റ് ആണ് പോകുന്നത്. ഓക്കെ, നല്ല ഫ്ലയേർഡ് ആയിട്ടുള്ള എ ലൈൻ തന്നെയാണ്. പ്രൈസ് വരുന്നത് 599. ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാം. ഓക്കെ, കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ് കേട്ടോ. കോട്ടൺ പ്യോർ കോട്ടൺ അല്ല, ചെറിയ മിക്സ് വരുന്ന ഫാബ്രിക് ആണ്. ഒരു ഷെയ്ഡും കൂടിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഈ കാറ്റലോഗിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. നമുക്ക് സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലതാണ്. പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാക്കറ്റ് പോയിട്ട് ഷോ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെ ചെറിയൊരു സ്ലിറ്റും പോകുന്നുണ്ട്. വേസ്റ്റിൽ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. താല്പര്യമില്ലാത്തവർക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എത്രയും വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം താഴെ 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ആൻഡ് ഒരു നമ്പറിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യുക. ഏതിലൊരു നമ്പറിൽ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വെക്കുക. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങണം. തന്നെ ഒരു 1 മിനിറ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് ഇനി എന്തെങ്കിലും ഡാമേജസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരുന്ന കേസിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഡാമേജ് ഉണ്ടെന്നുള്ളത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ആവശ്യമായിട്ട് വരിക. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ റെഗുലർ കസ്റ്റമറും കൂടെ ഓരോ തവണ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് തന്നെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വയ്ക്കുക. ഇൻ കേസ് ഇനി പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഒരു 1 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അതിൽ ചോദിച്ചാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷനായിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മീ അഖില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ. താങ്ക് യു.